അള്ളാഹുവിന്റെ മഹത്തായ ഫضലുമാണ് എത്ര സ്തുതിച്ചാൽ മതിയാവില്ല. പരിശുദ്ധ മുഹറമിന്റെ 10ാമത്തെ ദിവസം ഒരുമിച്ചുകൂടെ നമുക്ക് അള്ളാഹു ഭാഗ്യം തന്നു. പടച്ചറബ് ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങൾ പരിശുദ്ധ മുഹറമിന്റെ ആശൂറാന്റെ ദിവസത്തിൽ ആഫിയത്തോടെ ഒരുമിച്ചുകൂടാൻ നമുക്കും നിങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും പടച്ചറബ് വിധി നൽകട്ടെ. കാരണം നമുക്കറിയാം മുഹറം 1 തൊട്ട് 10ന്റെ ഉള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാരെയും ഒരുപാട് നല്ലവരായ കൂട്ടുകാർ സുഹൃത്തുക്കളെയും അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ പരിശുദ്ധ മുഹറമിന്റെ ദിവസം നമുക്ക് ഇനിയിപ്പോ നോമ്പുകാരാണ്. അല്ലാഹു ഈ നോമ്പിന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന നമുക്ക് നൽകിയ വലിയ ഒരു ഓഫർ കഴിഞ്ഞ ഒരു കൊല്ലത്തിന്റെ പാവം പൊരുത്തു കിട്ടാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈ നോമ്പെന്ന്. കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞ മുഹറം മുതൽ ഈ മുഹറം വരെയുള്ള പാവങ്ങൾ പൊരുത്തു കിട്ടാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈ നോമ്പ്. അങ്ങനെയുള്ള ഒരു നോമ്പായി നമ്മുടെ ഇന്നത്തെ നോമ്പിനെ അല്ലാഹു സ്വീകരിക്കുമാറാണ്. അപ്പൊ മുഹറം അങ്ങനെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. മുഹറമിന്റെ ദിവസം പ്രത്യേകമായി നമുക്ക് കഴിഞ്ഞ മഗ്‌രിബ് തൊട്ട് ഇന്ന് വരുന്ന മഗ്‌രിബ് വരെയുള്ള ആ സമയത്തിന്റെ ഇടയിൽ ഒരുപാട് പ്രത്യേകമായ ദിക്റുകളും ഒരുപാട് പ്രത്യേകമായ സൂറത്തുകളും ഓതാൻ വേണ്ടിയിട്ട് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചതാണ്. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച വിഷയമാണ്. മുഹറമിന്റെ ദിവസം ഒരാൾ 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ 1000 പ്രാവശ്യം ഒരേ സമയം കൊടുക്കുക. 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ ചെറിയൊരു സമയം മതി. നമ്മുടെ പള്ളിക്ക് 5 വക്ത് പള്ളിക്ക് വന്നിട്ട് പോകുന്ന ഈ സമയത്തിൽ നാം ഈ ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നുണ്ടെങ്കിൽ നിരന്തരമായി പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഓടുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1000 സൂറത്തുൽ ഇഖ്ലാസ് പൂർത്തിയാക്കാൻ കഴിയും. എന്താണ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതിന് പ്രതിഫലമായി നമുക്ക് പഠിപ്പിച്ചത്? മഹാനായ അലിയാർ തങ്ങൾ പറഞ്ഞു, മുഹറമിന്റെ ദിവസം ഒരാൾ 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അല്ലാഹു തആല അവരിലേക്ക് റഹ്മത്തിന്റെ നോട്ടമല്ലാതെ നോക്കൂല. റഹ്മത്തിന്റെ നോട്ടമല്ലാതെ അവരിലേക്ക് അല്ലാഹു നോക്കൂല. റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ എന്താണ് അവർക്ക് കിട്ടുന്ന നേട്ടം? അരിയാതങ്ങൾ തന്നെ പറഞ്ഞു, ലാ യുഅദ്ദിബുഹു അബദാ. ആ മനുഷ്യനെ പിന്നെ ഒരിക്കലും അല്ലാഹു ശിക്ഷിക്കൂല. റഹ്മത്തിന്റെ നോട്ടം ഒരു അടിമയിലേക്ക് അന്ന് നോക്കിയാൽ ആ നോട്ടം കൊണ്ട് അവർക്ക് കിട്ടുന്ന നേട്ടം എന്താ? അരിയാതെ ഞങ്ങൾ തന്നെ പറഞ്ഞു, ലാ യുഅദ്ദിബുഹു അല്ലാഹു അബദാ. പിന്നെ ഒരിക്കലും അവനെ അല്ലാഹു ശിക്ഷിക്കൂല. അത്ര വലിയ നേട്ടമുള്ള വലിയൊരു കാര്യം സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഓതിയവരുണ്ട്. പിന്നെ ഇപ്പൊ സാധാരണ നമുക്കറിയാലോ, നമ്മളെ എല്ലാ കാര്യങ്ങളിലും മീഡിയകളിൽ വാട്സപ്പിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന കാലം വളരെ പോലെ ഇന്ന് കാലത്ത് എത്ര മോശക്കാർ വന്നോ അത്രത്തോളം. ഇന്നലെ നമ്മൾ പള്ളിയിൽ പോയി സുബ്ഹാനല്ലാഹ് വീട്ടിൽ പോയി കഴിയുമ്പോൾ വളരെ എത്രത്തോളം എല്ലാ പള്ളിയിൽ നിന്നൊരു ദിക്റും സ്വലാത്തും ദുആയും അല്ലെ. അതിനെ വിമർശിക്കുന്ന ആളുകൾ കൂടുന്നതോളം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്താളുകൾ കൊണ്ടുവരുന്നത്. എല്ലാ പള്ളികളിലും എല്ലാ പള്ളിയിലും ദിക്റാണ് അല്ലെ. നമുക്കൊന്നുമില്ല. ഇപ്പൊ എന്തായാലും വിമർശിക്കുന്ന ആളുകൾ കൂടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വർദ്ധിക്കുകയും. അപ്പൊ ഇന്നത്തെ കാലം അങ്ങനെയാണ്, മീഡിയന്റെ കാലം. എല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ വാട്സപ്പിൽ ഓരോ ദിവസങ്ങൾ വരുമ്പോൾ ഇന്ന് ചെല്ലേണ്ട ദിക്ർ എന്താ, ഇന്നത്തെ പ്രത്യേകത എന്താ, നാം ഓരോരുത്തരും വായിക്കുന്നവരും അത് പഠിച്ചവരും അതുപോലെ പ്രവർത്തിക്കുന്നവരുമാണ്. അപ്പൊ ഇന്നലെ മുതൽ സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയ ആളുകളുണ്ടാവും. അല്ലാഹു തആല ആ ഓടി തീർക്കുന്ന ആളുകൾക്ക് അരിയാളുകൾ പറഞ്ഞതുപോലെ പടച്ചറപ്പിന്റെ ആ പ്രത്യേകമായ റഹ്മത്ത് അത് കിട്ടിയാൽ പിന്നെ ബേജാറില്ല. അള്ളാന്റെ റഹ്മത്ത് ഒരാൾക്ക് കിട്ടിയാൽ പിന്നെ അയാൾക്ക് എന്താ വേണം? പടച്ചറപ്പ് റഹ്മാനാണ്, റഹീമാണ്. ആ റഹ്മത്തും പടച്ചറപ്പിന്റെ ആ കാരുണ്യവും നമുക്ക് കിട്ടിയാൽ പിന്നെ ഒരു പേടിയില്ല അല്ലെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമുക്ക് എന്തില്ല ഒരു 3 പ്രാവശ്യം ഒന്നിച്ച് ഒരു 3 പ്രാവശ്യം അതിന്റെ തുടക്കമായിരിക്കും. ചിലപ്പോ ഓടുന്ന ആളുകളുടെ പകുതിയായിരിക്കും. ഇൻഷാ അല്ലാഹ് കുറച്ച് ആളുകൾ 30-35 ആളുകൾ 3 പ്രാവശ്യം നമുക്ക് പള്ളിയിൽ ഒരു 100 സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. അല്ലാഹു ഖബൂലാക്കട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അതിന് ഒരു ഖത്ം ഓതിയാൽ കൂലിയുണ്ടെന്ന്. അപ്പൊ നമുക്ക് ഒരു ഖത്ം ഓതിയ കൂലി കിട്ടി. അതിന് പുറമെ ഈ മുഹറമിന്റെ ദിവസം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് തുടരാക്കാം. കഴിവിന്റെ പരമാവധി 1000 എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ പിന്നെ മഹാന്മാർ പറഞ്ഞു മുഹറമിന്റെ ആ മഗ്‌രിബ് തൊട്ട് അടുത്ത മഗ്‌രിബിന്റെ ഇടയിലായി 1000 പ്രാവശ്യം തൗബ സൂറത്തിന്റെ അവസാനത്തെ 2 ആയത്തിൽ ഓരോ പ്രത്യേകം പുണ്യമാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാര്യം, അതായത് ദീന് പൂർത്തീകരിച്ചു എന്ന് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അറഫന്റെ ദിവസം ഇറങ്ങിയ ആയത്താണ് അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം മുഹറം 10-ാമത്തെ ദിവസം ഇറങ്ങിയ ആയത്താണ് ഈ 2 ആയത്ത്. മുഹറം 10-ന്റെ ദിവസം ഇറങ്ങിയ ആയത്താണ് ഈ 2 ആയത്ത്. നമുക്കറിയാം തൗബ സൂറത്തിന്റെ അവസാനത്തെ 2 ആയത്താണ്. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഒരായത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ്. മറ്റൊരായത്തിൽ അല്ലാഹുവിന്റെ മഹത്വങ്ങൾ എടുത്തു പറയാം. ഒരായത്തിൽ ഹബീബായ തങ്ങളുടെ മഹത്വം, മറ്റേ ആയത്തിൽ റസൂൽ പടച്ചറബിന്റെ മഹത്വം എടുത്തു പറയുന്ന ആയത്താണ്. ഈ 2 ആയത്തിൽ മുഹറമിന്റെ 10-ാമത്തെ ദിവസം ഇറങ്ങിയ 2 ആയത്താണ്. അപ്പൊ ഇന്നത്തെ ദിവസം 1000 തവണ പ്രത്യേകം അത് ഓതൽ പുണ്യമുള്ളതായി മഹാന്മാർ പഠിപ്പിച്ചു. എന്താ പ്രതിഫലം? മഹാന്മാർ പറഞ്ഞു, ഒരാൾ ഓടി തീർത്താൽ അക്കൊല്ലം അയാൾക്ക് കണ്ണീർ ബാധിക്കൂല, അക്കൊല്ലം അയാൾക്ക് കണ്ണീർ ബാധിക്കൂല, അക്കൊല്ലം അയാൾക്ക് സിഗർ ബാധിക്കൂല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നത കണ്ണേറും സിഗർ. ഏത് ഭട്ടന്മാരെടുത്ത് പോയാലും നമ്മളാകണം പർദ്ദ വെച്ച പെണ്ണുങ്ങളുണ്ടാവും, പിന്നെ ചെറിയ വലിയ ആചാരന്മാരൊക്കെ ഉണ്ടാവും. കാരണം പ്രശ്നമാണ് എന്ത് നടക്കുന്നില്ല, ഖുർആൻ ഓതിയിട്ടൊന്നും കാര്യമില്ല മനസ്സിലാക്കുമ്പോ പിന്നെ പോയി അല്ലെ. അപ്പൊ അത് വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് എന്ത്? ഈ ആയത്തോട് കണ്ണീർ ബാധിക്കൂല, അതുപോലെ സിഗർ ബാധിക്കൂല, അതുപോലെ അക്കൊല്ലം അയാൾക്ക് ദുർമരണം ഉണ്ടാവൂല. മരണം ഉണ്ടാവില്ല, ദുർമരണം, അപകടം പിടിച്ച മരണങ്ങൾ അടുത്ത മുഹറം വരെ നമുക്കുണ്ടാവൂല. അത് മഹാന്മാർ നമ്മെ പഠിപ്പിച്ച വിഷയം. കണ്ണീർ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സാധനമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഐന ഹഖ്ഖുൻ. കണ്ണീർ എന്ന് പറഞ്ഞാൽ അത് ഹക്കാണ്. ഈ കണ്ണീർ കൊണ്ടുവരുന്നത് എന്താണ്? ശൈത്താൻ കൊണ്ടുവരും. അതുപോലെ മനുഷ്യന്റെ ചതിയും കൊണ്ടുവരുന്നതാണ്. ഈ കണ്ണീരുണ്ടാകുമ്പോ ചതി ഉണ്ടാവുക. ചതി വരാനിങ്ങനെ പച്ച പിടിച്ച് കാണുമ്പോ നമുക്ക് ഉള്ളിൽ അസൂയ വരുമ്പോ എന്തെങ്കിലും പറഞ്ഞു പറയുമ്പോ യഥാർത്ഥത്തിൽ എത്രത്തോളം റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, കണ്ണീർ കൊണ്ട് ഒട്ടകം ചട്ടിയിലാവും, മനുഷ്യൻ കബറിലാവും. സയ്യിദുനാ റസൂലുള്ളാഹി എന്താ? ഒട്ടകം ചട്ടിയിലാവും, മനുഷ്യൻ കബറിലാവുന്ന അത്രയും പവറുള്ളതാണ് കണ്ണീർ എന്ന് പറയുന്നത്. ഒട്ടകം ചട്ടിയിലാവെന്ന് പറയുന്നത് നല്ല ഒട്ടകായിരിക്കും എന്ന് പറയുമ്പോ അത് പിന്നെ ആകെ പോയി പിന്നെ പൊളിച്ച് അർത്ത് എന്താണ് ജീവിക്കുന്നില്ല, ചട്ടിയിലായി. മനുഷ്യൻ ചിലപ്പോ മരിച്ചു പോകും. കണ്ണീർ അത്ര പവറുള്ളതാണ്. കണ്ണീർ ഹക്കാണ്. അതുപോലെ സിഹിർ മനുഷ്യനെ തളർത്തിക്കളയുന്നതാണ്. ആ സിഹിർ നമുക്കുണ്ടാവൂല. അതുപോലെ മഹാന്മാർ പഠിപ്പിച്ചു, ഈ 2 ആയത്ത് ഓതിയാൽ അടുത്ത മുഹറം 10 വരെ ദുർമരണം നമുക്കുണ്ടാവൂല. അപ്പൊ അതും ഇൻഷാ അല്ലാഹ് 2 ആയത്ത് മഹാന്മാർ പറഞ്ഞു. ആദ്യത്തെ തവണ ഔദോദിയാൽ മതി, പിന്നെ ഔദോദേണ്ടതില്ല. ഫസ്റ്റ് ഓതുമ്പോ സൂറത്ത് തൗബയിൽ ബിസ്മില്ല. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഔദോദ, പിന്നെ കണ്ടിന്യൂ ആയിട്ട് റസൂലും ഇങ്ങനെ ഓതാം. പക്ഷെ നമുക്ക് ഒരു 3 തവണ അല്ലെ എല്ലാവരും കാണാൻ തരുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. قبൂലാക്കട്ടെ. ഇതും തുടരെയായിട്ട് ആ കഴിവിന്റെ പരമാവധി അല്ലെങ്കിൽ അതിനോട് അടുക്കുന്ന രൂപത്തിൽ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അള്ളാഹു അതിന്റെ ബർക്കത്ത് കൊണ്ട് കണ്ണേറും സിഗറും അതുപോലെയുള്ള ഇടങ്ങേറുകൾ മുഴുവനും നമ്മിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന്, വീടുകളിൽ നിന്ന്, കച്ചവടത്തിൽ നിന്ന്, ജോലിയിൽ നിന്ന്, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അള്ളാഹു തആല ദൂരത്താക്കി പെരുമാറാകട്ടെ. അതുപോലെ മറ്റൊരു ദിക്റാണ് ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ. 70 പ്രാവശ്യം. ഇനി പ്രതിഫലമായി മഹാന്മാർ പറഞ്ഞത് ഇതൊരാൾ ചെറിയാതെ പിന്നെ അടുത്ത കൊല്ലം വരെ ഞാൻ ഒന്നും നോക്കണ്ടതാണ്, ഒരു കാര്യമാണ് തിരിഞ്ഞു നോക്കണ്ട, എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുന്നു. അള്ളാഹ് എങ്ങനെ പറയാൻ ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹ് മതിയാണ്. അള്ളാഹ് മതിയാണ് അള്ളാഹിനോട് പറയുമ്പോൾ അള്ളാഹ് ഏറ്റെടുക്കാതിരിക്കും. ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ 70 പ്രാവശ്യം പറഞ്ഞാൽ അടുത്ത മാസം വരെ ഒരു കാര്യവും തിരിഞ്ഞു നോക്കേണ്ടതാണ്. ഇത് ഇൻഷാ അല്ലാഹ് എല്ലാവരും കൊണ്ട് ചൊല്ലി തീർക്കാൻ 70 പ്രാവശ്യം ചൊല്ലി തീർക്കാൻ പറ്റുന്ന ദിക്റാണ്. ഏതായാലും ഇന്നത്തെ ദിവസം ദിക്റുണ്ട്, പ്രാർത്ഥന ഉണ്ട്, നോമ്പ് കൊണ്ട് ഒക്കെ ധന്യമാക്കുമ്പോൾ നമുക്ക് എല്ലാ സന്തോഷങ്ങളും മഹാന്മാരായ അമ്പിയാക്കൾക്ക് അള്ള കൊടുത്തതുപോലെ നമുക്കും അള്ള തരും. പടച്ചറപ്പ് നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ദിവസം കൂടിയാണ്. കർബല നടന്ന ഏറ്റവും വലിയ ഈ ലോകത്ത് തന്നെ വേദാറ് പിടിച്ച ഒരു സംഭവം നടന്ന ഒരു ദിവസം. റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ഇന്ന് ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നാൽ അവിടുത്തെ ആ പേരകുട്ടിയുടെ തല പൊരിച്ചെടുത്ത് യസീദ് വാളിന്റെ മുകളിൽ പൊക്കി കുടിച്ച് നടന്ന ദിവസം. അന്നത്തെ മുസീബത്തായി മഹത്തുക്കൾ പറഞ്ഞതെന്താ, ആ കാര്യം നടന്നപ്പോ തുടരെയായി 2-3 ദിവസം കാലം ആകാശലോകത്തിൽ നിന്ന് ചോരമഴ ഭൂമിയിൽ വീഴുന്നതാണ്. ശക്തമായ മഴയായിരുന്നു. ആ മഴ വെള്ളത്തിന്റെ മഴയായിരുന്നില്ല, ചോരയുടെ മഴയായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് മഴ പറഞ്ഞപ്പോ ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് കാണുന്നത് മുഴുവൻ അവരുടെ പാത്രങ്ങളും ചട്ടികളും തോടുകളും അവരുടെ മുറ്റങ്ങളും രക്തം കൊണ്ട് കുരണ്ടി കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അത്രത്തോളം പടച്ചവന് പോലും പ്രയാസപ്പെടുത്തിയ സംഭവമാണ് ഹബീബായ തങ്ങളുടെ പേരമകന്റെ ആ മരണം. പടച്ചവർക്ക് മഹത്തുക്കളായ ഹസൈനാർദങ്ങൾ, ഹുസൈനാർദങ്ങൾ അടക്കമുള്ള എല്ലാ മഹാന്മാർക്കും അല്ലാഹു തആല ഉയർന്ന ദർജ നൽകി അനുഗ്രഹിക്കട്ടെ. അവരൊക്കെയും അവരെ ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയത് സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലുള്ള എല്ലാ യുവാക്കൾക്കും 2 നേതാക്കന്മാരാണ്. ഒന്ന് ഹുസൈനാർദങ്ങളാണ്, ഒന്ന് ഹസൈനാർദങ്ങളാണ്. ആ മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂട നമുക്ക് പടച്ചവർ ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഈ മുഹറമിന്റെ 10ാമത്തെ പ്രഭാത സമയത്ത് നിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാഹ്. ദിക്റുകൾ ചൊല്ലി റബ്ബേ നിന്റെ കലാമായ ഖുർആൻ ഓതി പടച്ചോനെ പല മുറാദുകൾ മനസ്സിൽ കരുതിയിട്ടാണ് ഞങ്ങൾ ഓതിയതും ചൊല്ലിയതുമെങ്കിൽ ആ ഉദ്ദേശങ്ങൾ മുഴുവൻ പൂർത്തിയായി കിട്ടാൻ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളും പ്രാർത്ഥനകളും നീ ഒരു കാരണമാക്കണേ അല്ലാഹ്. നിന്റെ മക്കളായ ഒരുപാട് അമ്പിയാക്കൾക്ക് വലിയ സന്തോഷങ്ങളും സലാമത്തും കൊടുത്ത ദിവസമാണല്ലോ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ, അതുപോലെ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ നാട്ടുകാർ, സ്നേഹിതന്മാർ, പടച്ചോനെ ഞങ്ങളെ പല രൂപത്തിൽ സഹായിച്ച ആളുകളുണ്ട്. നമുക്ക് ഭക്ഷണം തരുന്നവർ, വസ്ത്രം തരുന്നവർ, അതുപോലെ വെള്ളം തരുന്നവർ, പല രൂപത്തിലൊക്കെ നിന്റെ ഈ പള്ളിയെ സഹായിച്ച ആളുകൾ, മദ്രസയെ സഹായിച്ചവർ, നമ്മുടെ നാട്ടിലുള്ള പാവങ്ങളെ സഹായിക്കുന്നവർ, എല്ലാവർക്കും ഈ ദിവസം സലാമത്തിന്റെ ദിവസമാക്കി കൊടുക്കണേ അല്ലാഹ്. സന്തോഷത്തിന്റെ ദിവസമാക്കി കൊടുക്കണേ അല്ലാഹ്. ഓരോരുത്തരുടെ മുറാദുകളും നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ രോഗം നീ മാറ്റിക്കൊടുത്തതുപോലെ നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലുമുള്ള സർവ്വ രോഗികളുടെ രോഗങ്ങൾക്കും പരിപൂർണമായ ശമനം നൽകണേ അല്ലാഹ്. ആ മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് രാജാധികാരം കൊടുത്തതുപോലെ സാമ്പത്തികമായി നമുക്ക് ഒരുപാട് കടങ്ങളുണ്ട്, വീടില്ലാത്ത പ്രശ്നങ്ങൾ, മക്കൾക്ക് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, അതെങ്ങനെ നടത്തും? സാമ്പത്തികമായ വലിയ പ്രശ്നമാണ്. പടച്ചവനെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ലോകത്തിന്റെ അധികാരം നീ കൊടുത്തവനാണെങ്കിൽ അവിടെ നമുക്ക് വേണ്ട ഹലാലായ സമ്പത്തുകൾ നമ്മുടെ കയ്യിൽ നീ എത്തിച്ചു തരണേ അല്ലാഹ്. നീ എത്തിച്ചു തരണേ അല്ലാഹ്. കടങ്ങളെ വീട്ടാനാണ്, ഭാര്യ മക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനാണ്, ഉണ്ടാക്കിയ വീടിന്റെ കടം തീർക്കാനാണ്, നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കാനാണ്,
നമ്മുടെ മക്കൾക്ക് ഹൈറായ വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച അല്ലാഹ്, എത്രയോ ആളുകളുണ്ട് പടച്ചോനെ, നാട്ടിലും ഗൾഫിലും കള്ളക്കേസിൽ കുടുങ്ങിയിട്ട് വലിയ വേദനയോടെ ജീവിക്കുന്ന ആളുകൾ. എല്ലാ കേസിൽ നിന്നും ഓരോരുത്തർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്, മോചനം നൽകണേ അല്ലാഹ്. ആരെയും നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്, കള്ളക്കേസിൽ കൊടുക്കല്ലേ അവർക്ക് പടച്ചോനെ. പരിശുദ്ധ ഈ ആശീർവാദ ദിവസത്തിന്റെ ഹുർമത്ത് കൊണ്ട് നീ സന്തോഷം നൽകണേ അല്ലാഹ്. അങ്ങനെ ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വേദാളുകൾ, എല്ലാത്തിനും ഈ ദിവസം നീ ഹൈറിന്റെ ദിവസമാക്കി കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എത്ര കുടുംബങ്ങൾ പള്ളിക്കാട്ടിലാണല്ലോ. ഇന്നലെ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ അടിയന്റെ ഒരു പെങ്ങളും അതുപോലെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു സഹോദരിയും രണ്ടാളുകൾ മരിച്ചുപോയ വിവരം പറഞ്ഞു. അതുപോലെ പടച്ചോനെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൂട്ടുകാരൻ ഉണാർക്കാരനാണ്, അബ്ബാസ് ഹാജി എന്ന് പറയുന്ന നല്ല ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വലിയ ഒരു പ്രവർത്തകനും കൂടിയാണ് മരിച്ചുപോയ. അങ്ങനെ ഒരുപാട് 2 ദിവസം മുമ്പ് വലിയ 3 ആലിമീങ്ങൾ, ഒരു സയ്യിദ് അടക്കമുള്ള വലിയ മഹത്തുക്കളുടെ നഷ്ടം. മാറമിന്റെ 1ാമത്തെ ദിവസം കൂറത്തങ്ങൾ, അതുപോലെ പിറ്റേ ദിവസം ജമലുൽ തങ്ങൾ, അങ്ങനെ ഒരുപാട് മഹത്തുക്കളുടെ മരണങ്ങൾ. അള്ളാഹുവേ, ദുബൈയിൽ വെച്ച് വലിയ ഒരു പണ്ഡിതൻ മരിച്ചുപോയി 2 ദിവസം മുമ്പ്. അല്ലാഹ് അവരുടെ ഒക്കെ ദർജ ഉയർത്തണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾക്കും, ഉലമാക്കൾക്കും, ഉമറാക്കൾക്കും, സാദാത്യങ്ങൾക്കും റബ്ബേ, അതിന്റെ പ്രവർത്തകരായ ആ സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിന്റെ പൊരുത്തത്തിലായി അഖിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പെടുന്നനയുടെ മരണം ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ റബ്ബേ. ഫിലസ്തീനിലുള്ള പാവങ്ങളായ മുസ്ലിമീങ്ങൾ പടച്ചോനെ, ഇന്നലെ ഒരു കാഴ്ച കണ്ട ഒരു പള്ളിയുടെ ഉള്ളിൽ ഒരുപാട് മയ്യത്തുകൾ കാലില്ലാതെ, വയറ് പൊട്ടിയിട്ട് തലയില്ലാതെ കിടക്കുന്ന ഒരു രംഗം കണ്ട് പടച്ചോനെ, യാ അല്ലാഹ്, ഞങ്ങളിവിടെ ഫാനിട്ട് നല്ല സ്വസ്ഥതയോടെ സന്തോഷത്തോടെ പറയുന്നത് കേൾക്കുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ശബ്ദവുമില്ല പടച്ചോനെ, ഒരു കൊതുകിന്റെ കടി പോലും ഇല്ലാതെ സ്വസ്ഥമായി ഞങ്ങളിവിടെ എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കുമ്പോ നമ്മുടെ കൂട്ടുകാരെ തരമാസമായല്ലോ. ഓരോ ദിവസവും പത്രം എടുത്തു നോക്കുമ്പോ 50 പേരുടെ മരണം, 100 പേരുടെ മരണം. പടച്ചോനെ, ആ പാവങ്ങളെ നീ ഒന്ന് സഹായിക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ നോട്ടം അവരിലേക്കൊന്ന് നോക്കണേ അല്ലാഹ്, നീ ഒന്ന് നോക്കണേ അല്ലാഹ്. എത്ര മുസീബത്ത് വരുമ്പോൾ അവർ പറയുന്നത് യാ റഹ്മാൻ, യാ റഹ്മാൻ, യാ അല്ലാഹ്, ഇർഹംനാ, ഇഗ്ഫിർ ലനാ. ഇതുപോലെയുള്ള നല്ല പ്രാർത്ഥനകൾ റഹ്മാനായ അല്ലാഹുവാകുന്ന നിന്നെ വിളിച്ചിട്ട് സമാധാനം പകരുന്ന ഒരു കാഴ്ചകളാണെങ്കിൽ അവരുടെ ഈമാനിന്റെ കടുപ്പ് അത് എത്ര വലുതാണ് പടച്ചോനെ. നല്ലവർക്ക് പരീക്ഷണം കൂടുതലാണെന്ന് ഞങ്ങൾ പണ്ടേ കേട്ടതാണ്, അതിന്ന് ഞങ്ങൾ കാണുന്നുണ്ടോ. ആ പാവങ്ങളെ നീ സഹായിക്കണേ അവർക്ക്, അവരുടെ നാടിന് സ്വാതന്ത്ര്യം നൽകണേ അല്ലാഹ്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ ഈ മുഹറം 10 ഒരു കാരണമാക്കണേ അല്ലാഹ്. ഈ മുഹറം 10 ഒരു കാരണമാക്കണേ അല്ലാഹ്. റബ്ബേ, ഫറോവയെ നീ ഹലാക്കാക്കിയ ദിവസമാണെങ്കിൽ റബ്ബേ, ഇസ്രായേലിയരായ യഹൂദികൾക്ക് നീ പരാജയം നൽകണേ അല്ലാഹ്. അവരെ നശിപ്പിക്കണേ റബ്ബേ, അവരെ ഹലാക്കാക്കണേ അല്ലാഹ്. റബ്ബേ, എത്ര പാവങ്ങളായ മക്കളുടെ ചോരകൾ കുടിച്ച അധികാരികളെ നീ പാഠം പഠിപ്പിക്കണേ അല്ലാഹ്, പാഠം പഠിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ ونعم النصير. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. صلى الله على محمد عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه